നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞ് പാപ്പാനെ ചവിട്ടിക്കൊന്നു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ പ്രൊജക്ട് അസിസ്റ്റന്റ് നിയമനത്തിൽ UDF അംഗങ്ങളുടെ പ്രതിഷേധം. കുന്നംകുളം ചാലിശ്ശേരിയിൽ പിതാവിനൊപ്പം യാത്ര ചെയ്യുന്നതിനിടെ പെട്ടി ഓട്ടോയിൽ നിന്ന് തെറിച്ചു വീണ് 6 വയസ്സുകാരൻ മരിച്ചു. വലപ്പാട് സ്വദേശിയെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞ് പാപ്പാനെ ചവിട്ടിക്കൊന്നു. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം. വാഴ്വാടി കാശിനാഥൻ എന്ന ആനയാണ് ഇടഞ്ഞത്. കഴിഞ്ഞ ദിവസം രാത്രി നടന്ന വിളക്കെഴുന്നള്ളിപ്പിനിടെ ഇതേ ആന ഇടഞ്ഞിരുന്നു. ആനയുടെ കൂടെ നടന്നിരുന്ന 2 പേർ വീഴുകയും ചെയ്തു. ഉടൻ തന്നെ പാപ്പാന്മാർ ആനയെ നിയന്ത്രിച്ച് ആനകളെ കെട്ടിയിരുന്ന ദേവസ്വം പറമ്പായ കൊട്ടിലായ്ക്കലിൽ തളയ്ക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് ഉച്ചയോടെ വീണ്ടും അക്രമാസക്തനായ ആന തളച്ചിരുന്ന പറമ്പിലെ താൽക്കാലിക ഷെഡ് തകർക്കുകയും പാപ്പാന്മാരെ ആക്രമിക്കുകയുമായിരുന്നു. ആക്രമണത്തിൽ പാപ്പാന്മാരായ 28 വയസ്സുള്ള അമൽ, 25 വയസ്സുള്ള ശ്രീകുട്ടൻ എന്നിവർക്ക് പരിക്കേറ്റു. ഉടൻ തന്നെ ഇവരെ ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും നെഞ്ചിൽ ചവിട്ടേറ്റ 2ാം പാപ്പൻ ശ്രീകുട്ടൻ മരണപ്പെടുകയായിരുന്നു. പരിക്കേറ്റ 1ാം പാപ്പൻ ചികിത്സയിൽ തുടരുകയാണ്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ പ്രൊജക്ട് അസിസ്റ്റന്റ് നിയമനത്തിൽ UDF അംഗങ്ങളുടെ പ്രതിഷേധം. പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനങ്ങൾ അട്ടിമറിച്ച് പ്രൊജക്ട് അസിസ്റ്റന്റിന് വഴിവിട്ട രീതിയിൽ കാലാവധി നീട്ടി നൽകാനുള്ള നീക്കത്തിനെതിരെ വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ UDF അംഗങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തി. 8 പ്രതിപക്ഷ അംഗങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുകയും പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ മാർച്ച് 9 ഭരണസമിതി യോഗത്തിൽ നിലവിലെ പ്രൊജക്ട് അസിസ്റ്റന്റിന് കാലാവധി നീട്ടേണ്ടതില്ലെന്നും പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നും ഭൂരിപക്ഷാടിസ്ഥാനത്തിൽ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം വരുന്നത് വരെയുള്ള 5 ദിവസം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഉദ്യോഗസ്ഥർ ബോധപൂർവം നടപടി വൈകിപ്പിച്ചുവെന്ന് അംഗങ്ങൾ ആരോപിക്കുന്നു. നിലവിലെ ഉദ്യോഗാർത്ഥിക്ക് കോടതിയെ സമീപിക്കാൻ അവസരമൊരുക്കാനാണ് പുതിയ വിജ്ഞാപനം വൈകിപ്പിച്ചത്. കോടതിയിൽ പഞ്ചായത്തിന്റെ തീരുമാനം കൃത്യമായി ബോധിപ്പിക്കുന്നതിനോ സ്റ്റേ നീക്കം ചെയ്യുന്നതിനോ ഭരണസമിതി താൽപര്യം കാണിച്ചില്ലെന്നും ഇത് ഉദ്യോഗസ്ഥ ഭരണസമിതി ഒത്തുകളിയാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. അർഹരായ നിരവധി ഉദ്യോഗാർത്ഥികളെ പുറത്തു നിർത്തിക്കൊണ്ട് ഒരാൾക്ക് വേണ്ടി മാത്രം ചട്ടങ്ങൾ ലംഘിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. UDF പാർലമെന്ററി ലീഡർ അനിൽ കരുവത്തിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുമേഷ് പാനാട്ടിൽ, അനിത ത്രിദീപ് കുമാർ, ഉഷ ബാബു, നസീമ ബഷീർ, ഗീത രാമദാസ്, PA ഷഹർബാൻ, MT നിതീഷ് ഉൾപ്പെടെ 8 അംഗങ്ങളാണ് വിയോജനക്കുറിപ്പ് നൽകിയത്. കഴിഞ്ഞ LDF ഭരണകാലത്ത് പിൻവാതിലിലൂടെ നിയമിച്ച മുഴുവൻ താൽക്കാലിക ജീവനക്കാരെയും പുറത്താക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും ഭരണസമിതിയുടെ ഇത്തരം നടപടികൾക്കെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും പ്രതിപക്ഷ അംഗങ്ങൾ അറിയിച്ചു. ഈ കോടതിപരമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി പഞ്ചായത്തിൻ്റെ വക്കീലിനെ ഉൾപ്പെടെ ചുമതല ഏൽപ്പിക്കണം എന്നുള്ള ശക്തമായ തീരുമാനങ്ങൾ എടുത്താണ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടുള്ളത്. വരും ദിവസങ്ങളിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്തിൻ്റെ വിട്ടു നൽകിയിട്ടുള്ള സ്ഥാപനങ്ങളിലെല്ലാം തന്നെ അനധികൃതമായി പോസ്റ്റ് ചെയ്തിട്ടുള്ള രാഷ്ട്രീയ നിയമങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ശുചികലശം നടത്തിക്കൊണ്ട് അർഹരായവരെ തെരഞ്ഞെടുത്തുകൊണ്ട് വലപ്പാടിൻ്റെ നല്ല കാലങ്ങൾ വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. കുന്നംകുളം ചാലിശ്ശേരിയിൽ പിതാവിനൊപ്പം യാത്ര ചെയ്യുന്നതിനിടെ പെട്ടി ഓട്ടോയിൽ നിന്ന് തെറിച്ചു വീണ് 6 വയസ്സുകാരൻ മരിച്ചു. പിതാവിനോടൊപ്പം യാത്ര ചെയ്യുന്നതിനിടെ പെട്ടി ഓട്ടോറിക്ഷയിൽ നിന്ന് തെറിച്ചു വീണ് 6 വയസ്സുകാരൻ മരണപ്പെട്ടു. കോതച്ചിറ പുത്തൻപീടികയിൽ ഹനീഫയുടെ മകൻ മുഹമ്മദ് ഫൈസിനാണ് അപകടത്തിൽ മരിച്ചത്. ചാലിശ്ശേരി ആലിക്കരയിൽ വെച്ച് വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. വലപ്പാട് സ്വദേശിയെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു.
വലപ്പാട് കോഴിപ്പറമ്പിൽ വീട്ടിൽ രാഹുലിനെയാണ് തൃശൂർ റൂറൽ പോലീസ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ ജയിലിലെത്തിച്ച് ഉത്തരവ് നടപ്പിലാക്കി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനാണ് കാപ്പ നിയമപ്രകാരമുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. രാഹുൽ വലപ്പാട്, ചേർപ്പ്, മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഒരു പോക്സോ കേസിലും ഒരു വധശ്രമ കേസിലും പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയ കേസിലും ഒരു അടിപിടി കേസിലും 2 മോഷണ കേസിലും കാപ്പ നാടുകടത്തൽ ഉത്തരവ് ലംഘിച്ച് 2 കേസിലും അടക്കം 8 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനിൽകുമാർ എ, GSI ഹരി, GSCPO സുബി എന്നിവർ പ്രധാന പങ്കുവഹിച്ചു. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ചിരുന്ന സമ്മർ ഫുട്ബോൾ, വോളിബോൾ കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു. നാട്ടിയ ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് മുഖ്യാതിഥിയായി. പ്രധാന അധ്യാപകൻ KS കിരൺ, ഫുട്ബോൾ കോച്ച് PK വിനോദ്, കായിക അധ്യാപകൻ മുഹമ്മദ് സുഹൈൽ, ക്യാമ്പ് കോർഡിനേറ്റർ TN സിജിം തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സൗത്ത് ഏഷ്യൻ ജുജിത്സു ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ റയാൻ മജീദിനെ ആദരിച്ചു. ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. വളരെ മികച്ച രീതിയിൽ നമുക്ക് ഈ ക്യാമ്പുകളെല്ലാം സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ കായിക അഭിരുചികളെല്ലാം വളർത്തുന്നതിനൊക്കെ ഇതൊരു സഹായകമാവുകയും ചെയ്യും. പിന്നീടും ഇത് തുടർന്ന് പോകുന്നതിനുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നും കൂടിയാണ് PTA പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതെല്ലാം നമ്മുടെ ഇന്ന് മക്കൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ളത് തന്നെയാണ്. എന്നും ഇങ്ങനെയുള്ള കലാകായിക മത്സരങ്ങളിലെല്ലാം തന്നെ മുൻപന്തിയിൽ നിൽക്കുന്നതിന് ഒരുപടി മുൻപന്തിയിൽ നിൽക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു വിദ്യാലയം തന്നെയാണ് നമ്മുടെ ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂൾ. അതിന് PTA-ക്കാരും അതോടൊപ്പം തന്നെ അധ്യാപകരും കായികാധ്യാപകരായ എല്ലാവരും രക്ഷിതാക്കളും എല്ലാവരും ഒപ്പം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നമുക്കതിനെല്ലാം സാധിക്കുന്നത് തന്നെ. ചന്ദ്രാപിനി വിളമ്പത്ത് ശ്രീ ഭഗവതി വിഷുമായ ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി മുത്തപ്പന് കളം, വീരഭദ്രന് കളം, വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം, ഭദ്രകാളിക്ക് രൂപക്കളം, വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ നടന്നു. പകൽപൂരത്തിൽ ഗജവീരൻ, തൊട്ടേക്കാട്ട് വിനായകൻ ഭഗവതിയുടെ തിടമ്പേറ്റി. തൃപ്പയാർ അനിയന്മാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളവും പകൽപൂരത്തിന് അകമ്പടിയായി. തുടർന്ന് ദീപാരാധന, വർണ്ണമഴ, ഡബിൾ തായമ്പക, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവയും ഉണ്ടായിരുന്നു. ക്ഷേത്രം തന്ത്രി നാരായണൻകുട്ടി ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ പ്രവീൺ വിളമ്പത്ത്, ശങ്കരൻ വിളമ്പത്ത്, മുരളീധരൻ വിളമ്പത്ത് എന്നിവർ നേതൃത്വം നൽകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കയ്പമംഗലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലി നടത്തി. ചന്ദ്രാപിനി വില്ലേജ് പരിസരത്തു നിന്നും ആരംഭിച്ച റാലി ചന്ദ്രാപിനി സെന്ററിൽ സമാപിച്ചു. ഏരിയ പ്രസിഡന്റ് KR പ്രകാശൻ, സെക്രട്ടറി ബിന്ദു ഷാജി, EP ജെയിംസ്, EV മോഹനൻ, KK ഗോപാലകൃഷ്ണൻ, സിന്ധു സുനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. എടത്തുരുത്തി ചൂലൂർ സുഹൃതം അംഗനവാടിയിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാരി VK മണിക്ക് യാത്രയയപ്പ് നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് യാത്രയയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ KB അജയഘോഷ് അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ നവമി പ്രസാദ്, KK അജിതകുമാരി, അംഗൻവാടി വർക്കർ അജിത, സുനിൽ വെന്നിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുത്തൻപീടിക യൂണിറ്റിന്റെ 32ാം വാർഷിക പൊതുയോഗം പുത്തൻപീടിക സെന്റിനറി ഹാളിൽ സംഘടിപ്പിച്ചു.
യൂണിറ്റ് പ്രസിഡന്റ് അജയൻ മേനോത്തുപറമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റും നാട്യ നിയോജക മണ്ഡലം ചെയർമാനുമായ KK ഭാഗ്യനാഥൻ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുകയും മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ബിജു അണ്ടേഴത്ത് യോഗത്തിന് സ്വാഗതം പറഞ്ഞു. ജോയിന്റ് സെക്രട്ടറി ബിജു ബാബു അനുശോചനം രേഖപ്പെടുത്തി. ജനറൽ സെക്രട്ടറി ജോയ് അരിമ്പൂർ റിപ്പോർട്ടും വരവ് ചിലവ് കണക്ക് ട്രഷറർ ജോസ് പല്ലനും അവതരിപ്പിച്ചു. യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് വിജോ ജോർജ്, വനിതാ വിംഗ് പ്രസിഡന്റ് ഓമന ഫ്രാൻസിസ്, മുട്ടിച്ചൂർ യൂണിറ്റ് പ്രസിഡന്റ് അഷ്റഫ് അബൈൽ തുടങ്ങിയവർ ആശംസകൾ സംസാരിച്ചു. യോഗത്തിൽ പുതിയ ഭാരവാഹികളായി ജോസ് അരിമ്പൂർ പല്ലനെ പ്രസിഡന്റായി, വിജോ ജോർജിനെ സെക്രട്ടറിയായി, അജയൻ മേനോത്തുപറമ്പിലിനെ ട്രഷററായും 15 അംഗ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. സ്വാതന്ത്ര്യ സമര സേനാനിയും CPIM മുൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന K. ഈശ്വരൻ ചരമദിനാചരണത്തിന്റെ ഭാഗമായി പ്രകടനവും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. രക്തസാക്ഷികൾ സിന്ദാബാദ്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സിബിൻ C. ബാബു അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി AS ദിനകരൻ, കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ്, KS മോഹൻദാസ്, CP ജോസ്, TV മദനമോഹൻ, MV മുകേഷ്, AS ജിംഷ എന്നിവർ പങ്കെടുത്തു. ബാലസംഘത്തിലൂടെ വന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പിന്നീട് CPIM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി, ചെത്തുതൊഴിലാളി യൂണിയൻ പ്രസിഡന്റ്, മണ്ഡലം സെക്രട്ടറി, താന്യം പഞ്ചായത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ദീർഘനാൾ താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ചു. പാർട്ടി പ്രവർത്തനത്തിനിടെ ജയിൽവാസവും മർദ്ദനങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുമെതിരെ പോരാടി സ്വന്തം പൂണൂലും കുടുംബയും മുറിച്ച് സാമൂഹ്യ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് K. ഈശ്വരൻ. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്, ആ നിലപാട് വലതുപക്ഷ വ്യതിയാനത്തിൻ്റെതായിട്ടുള്ള നിലപാടിൽ പ്രതിഷേധിച്ച് CPM രൂപീകരണ ഘട്ടത്തിൽ CPMൻ്റെ ഭാഗമായി അവിഭക്ത പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ ജില്ലയിൽ സഖാവ് AV ആര്യനും ഒക്കെയായി ബന്ധപ്പെട്ട് ഒരുമിച്ചുള്ള ഒരു ചെറിയ സംഘം നേതാക്കൾ ഇവിടെ ഈ താന്യം പെരിങ്ങോട്ടുകര മാത്രമല്ല, ചേർപ്പേരിയ മാത്രമല്ല, ഈ ജില്ലയിൽ തന്നെ ഓടി നടന്ന് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പരിശ്രമവും ഇടപെടലും നേതൃത്വം നൽകിയ നേതാവാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് അതെല്ലാം നമ്മൾ ഈ അവസരത്തിൽ പ്രത്യേകമായി സ്മരിക്കുകയാണ്. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് കെട്ടിടത്തിന് മുകളിൽ കയറി യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. കോതപറമ്പ് കാരയത്ത് സതീഷാണ് മോഷണക്കേസിൽ കർണാടക പോലീസ് തേടി വന്നതിനെ തുടർന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. ശ്രീനാരായണപുരം ആൽമാവിലുള്ള ബന്ധുവീട്ടിലുണ്ടായിരുന്ന സതീഷിനെ തേടിയെത്തിയ പോലീസിനെ കണ്ട് ഇയാൾ അടുത്തുള്ള മേൽക്കൂരയിൽ കയറുകയായിരുന്നു. 1.5 മണിക്കൂറോളം പരിഭ്രാന്തി സൃഷ്ടിച്ച യുവാവ് സ്വമേധയാ താഴെയിറങ്ങി. പാവറട്ടി കാശ്മീർ റോഡിന് സമീപം കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലിടിച്ച് കാനയിലേക്ക് മറിഞ്ഞു. തലശ്ശേരിയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന വഴിയാണ് അപകടമുണ്ടായത്. അപകടത്തെ തുടർന്ന് വൈദ്യുതി തൂൺ പൂർണ്ണമായും തകർന്നു. കാറിൽ 6 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് കരുതുന്നു. അപകട സമയത്ത് റോഡിൽ മറ്റു വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. അപകടത്തെ തുടർന്ന് ഈ ഭാഗത്തെ വൈദ്യുതി ബന്ധം നിലച്ചു. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അപകടം. അകമ്പാടം കൂറ്റിമൂച്ചിക്കൽ വീട്ടിൽ അജ്മൽ, എട്ടക്കുളങ്ങര പുതുവീട്ടിൽ ഷിബിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എടക്കഴിയൂർ അഫൈൻസ് ബീച്ചിൽ ഡോൾഫിൻ, കടലാമ എന്നിവയെ ചത്ത നിലയിൽ കണ്ടെത്തി. അഫൈൻസ് പ്രവർത്തകരാണ് ഡോൾഫിന്റെ അഴുകിയ ജഡം കണ്ടത്. മേഖലയിൽ അടുത്തിടെയായി നിരവധി ഡോൾഫിനുകൾ ചത്ത് കരക്കടിയുന്നുണ്ട്. പാമ്പുകടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ അപ്പോളോ അഡലക്സിൽ ചികിത്സയിലായിരുന്ന 10 വയസ്സുകാരൻ ആശുപത്രി വിട്ടു. മരണത്തെ മുഖാമുഖം കണ്ട നാളുകൾക്ക് ശേഷമാണ് ഈ 10 വയസ്സുകാരൻ ജീവിതത്തിലേക്ക് തിരികെ എത്തിയത്. ഏപ്രിൽ 18-നാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്.
ശ്വാസതടസ്സവും നാഡീവ്യൂഹത്തെ ബാധിച്ച തളർച്ചയും കാരണം അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന അനൂഷിന് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ഉടൻ തന്നെ വെന്റിലേറ്ററിൽ വിദഗ്ധ ചികിത്സയ്ക്കായി അപ്പോളോ അഡലക്സ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ 15-അംഗ വിദഗ്ധ മെഡിക്കൽ ടീം കുട്ടിയുടെ ജീവൻ നിലനിർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. വെന്റിലേറ്റർ, എക്മോ, ആന്റി സ്നേക്ക് വെനം, ബ്രോങ്കോസ്കോപ്പി തുടങ്ങിയ ലൈഫ് സേവിംഗ് സംവിധാനത്തോടെയാണ് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത്. വാർത്താ സമ്മേളനത്തിൽ സിഇഒ ഡോക്ടർ ആബേൽ ജോർജ്, ഓപ്പറേഷൻ ഹെഡ് ഡോക്ടർ ദിൽഷ തൊണ്ടിപ്പറമ്പിൽ, ബൈജു ദാമോദരൻ എന്നിവരോടൊപ്പം അനൂഷിന്റെ മാതാപിതാക്കളായ സിൽജോയും ജോൺസിയും പങ്കെടുത്തു. അപ്പോളോ അഡലക്സ് ആശുപത്രിയിൽ സംഘടിപ്പിച്ച യാത്രയയപ്പ് ചടങ്ങിൽ ബെന്നി ബെഹനാൻ MP പങ്കെടുത്തു. അനൂഷിനെ ചികിത്സിച്ച ഡോക്ടർമാരും നഴ്സുമാരും ആശുപത്രി അധികൃതരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പ്രമുഖ കമന്റേറ്റർ ഷൈജു ദാമോദരൻ അനൂഷിന് പ്രിയപ്പെട്ട മെസ്സി ജേഴ്സിയും ഫുട്ബോളും സമ്മാനമായി നൽകി. ആശുപത്രി ജീവനക്കാരുടെയും പ്രിയപ്പെട്ടവരുടെയും സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയാണ് അനൂഷ് ആശുപത്രി വിട്ടത്. ചൂണ്ടലിൽ പൂട്ടിയിട്ടിരുന്ന വീടിന് തീപിടിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. പുതുശ്ശേരി കുറുനെല്ലിപ്പറമ്പിൽ പന്തളത്ത് വീട്ടിൽ ആനന്ദിന്റെ വീടിനാണ് തീപിടിച്ചത്. വീട്ടിൽ നിന്നും പുക ഉയരുന്നത് കണ്ട നാട്ടുകാരാണ് ഫയർഫോഴ്സിനെ വിവരമറിയിച്ചത്. വീട്ടുടമസ്ഥനായ ആനന്ദ് വീട് പൂട്ടിപ്പോയ സമയത്തായിരുന്നു തീപിടുത്തം. പൂജാമുറിയിൽ കത്തിച്ചു വച്ച വിളക്കിൽ നിന്ന് തീ പടർന്നതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ കുന്നംകുളം അഗ്നിരക്ഷാസേന വീടിന്റെ വാതിൽ പൊളിച്ചാണ് അകത്തു കടന്നത്. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ സേനാംഗങ്ങൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിൽ വീടിനുള്ളിലുണ്ടായിരുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഫർണിച്ചറും പൂർണ്ണമായും കത്തിനശിച്ചു. ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യു, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ KA അനീഷ് തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. 7 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 18-കാരനെ 31 വർഷം കഠിന തടവിനും 2,21,000 രൂപ പിഴ അടയ്ക്കുന്നതിനും ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചു. കണ്ടാണിശ്ശേരി അരിയന്നൂർ സ്വദേശി പോഴത്തുവീട്ടിൽ കിരണിനെയാണ് ശിക്ഷിച്ചത്. 2021 കേസിനാസ്പദമായ സംഭവം. പിഴ അടയ്ക്കാത്ത പക്ഷം 14 മാസവും 10 ദിവസവും കൂടി അധിക തടവ് അനുഭവിക്കണം. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ എന്നിവർ കോടതിയിൽ ഹാജരായി. അടിച്ച ലോട്ടറി എന്ന് വിശ്വസിപ്പിച്ച് ഭിന്നശേഷിക്കാരനായ ലോട്ടറി കച്ചവടക്കാരനെ കബളിപ്പിച്ച് നമ്പർ മാറ്റിയ ടിക്കറ്റ് നൽകി 11,000 രൂപ കവർന്നു. വരവൂർ കക്കാട് വീട്ടിൽ വിനോദ് മുച്ചക്രവാഹനത്തിൽ മുള്ളൂർക്കരയിൽ നിന്ന് വരവൂർ ഭാഗത്തേക്ക് ലോട്ടറി വാങ്ങി വരുന്ന വഴി ഇരുനിലങ്കോട് NN നഗറിനു സമീപത്ത് വെച്ച് സ്കൂട്ടറിലെത്തിയ യാത്രക്കാരൻ 11 ലോട്ടറികൾ 1000 രൂപ വീതം അടിച്ചുവെന്ന് പറഞ്ഞ് വിനോദിന് നൽകുകയും 73 ടിക്കറ്റ് എടുത്ത ശേഷം ബാക്കി തുകയായ 7,350 രൂപ വിനോദിന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. തുടർന്ന് വിനോദ് ലോട്ടറി ഏജൻസിയിലെത്തി സ്കാൻ ചെയ്തപ്പോഴാണ് ലാസ്റ്റ് നമ്പർ 8 എന്നത് 3 ആക്കിയാണ് അടിച്ചു എന്ന് പറഞ്ഞ് വിനോദിനെ കബളിപ്പിച്ച വിവരം മനസ്സിലാക്കിയത്. തുടർന്ന് വിനോദ് വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി. വാഹനത്തിന്റെ നമ്പർ വെച്ച് പരിശോധിച്ചപ്പോൾ മറ്റൊരു വാഹനത്തിന്റെ നമ്പറാണ് ഈ വാഹനത്തിന് ഉപയോഗിച്ചിരിക്കുന്നതെന്നും കണ്ടെത്തി. ഗുരുവായൂർ തൈക്കാട് കഴുമല്ലൂർ പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന മോഷണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖിന്റെ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ SHO വിപിൻ K വേണുഗോപാൽ, SI U മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ 5 പേർ അടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ബുധനാഴ്ച ക്ഷേത്രത്തിൽ നടന്ന മോഷണത്തിൽ ഭഗവതിക്ക് ചാർത്തുന്ന 7 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 1.5 ലക്ഷം രൂപയും നഷ്ടപ്പെട്ടിരുന്നു. സ്ട്രോങ് റൂമും ലോക്കറും തകർത്ത് പ്രൊഫഷണൽ മോഷണ സംഘമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. പ്രധാന തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച വിരലടയാളങ്ങളും മേഖലയിലെ CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പോലീസുകാരനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സ്റ്റേഷനിലേക്ക് റീത്ത് വാങ്ങാൻ എന്ന വ്യാജേന എത്തി പൂക്കട ജീവനക്കാരിൽ നിന്ന് പണം തട്ടിയെടുത്തു. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള പൂക്കടയിലാണ് രാത്രി തട്ടിപ്പ് നടന്നത്. 5 റീത്ത് വേണമെന്നാണ് പൂക്കടയിലെത്തിയ ആൾ ജീവനക്കാരനോട് ആവശ്യപ്പെട്ടത്. ഇവ തയ്യാറാക്കാൻ 45 മിനിറ്റ് സമയം വേണമെന്ന് ജീവനക്കാരൻ അറിയിച്ചു. ഈ സമയം ഓട്ടോറിക്ഷ കൂലി നൽകാൻ കയ്യിൽ ചില്ലറയില്ലെന്നും 400 രൂപ നൽകണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടു. പോലീസുകാരനാണെന്ന് വിശ്വസിച്ച ജീവനക്കാരൻ പണം നൽകുകയും ചെയ്തു. പണം കൈക്കലാക്കിയ ശേഷം റീത്ത് വാങ്ങാൻ എത്താമെന്ന് പറഞ്ഞുപോയ ഇയാൾ പിന്നീട് തിരിച്ചു വന്നില്ല. കുന്നംകുളത്തും പരിസര പ്രദേശങ്ങളിലും മുമ്പും ഇയാൾ സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതായി സൂചനയുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു.
നിരവധി ക്രൈം കേസുകളിൽ പ്രതിയായ മണലൂർ സ്വദേശിയുടെ വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുത്ത അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ 2 സിവിൽ പോലീസ് ഓഫീസർമാരെ SP സസ്പെൻഡ് ചെയ്തു. 2 ദിവസം മുമ്പായിരുന്നു നടപടി. അമൽദേവ്, മുഹീബ് റഹ്മാൻ എന്നീ CPOമാർക്കാണ് സസ്പെൻഷൻ. സ്റ്റേഷനിൽ വാറണ്ട്, സമൻസ് ഡ്യൂട്ടികൾ നോക്കുന്നവരാണ് സസ്പെൻഷനിലായ പോലീസുകാർ. വിരുന്നു സൽക്കാരത്തിൽ പ്രദേശത്തെ ഗുണ്ടകൾ അടക്കമുള്ളവർ ഉണ്ടായിരുന്നുവെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് SP-യുടെ നടപടി. വാടാനപ്പള്ളിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. പൂക്കുളങ്ങര സ്വദേശി വേലായുധൻ, വാടാനപ്പള്ളി സ്വദേശികളായ അഭിജിത്ത്, ഫാരിസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ചേറ്റുവ ലെവൽ ഓഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ ഏങ്ങണ്ടിയൂർ MI ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞ് പാപ്പാനെ ചവിട്ടിപ്പോ. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ പ്രൊജക്ട് അസിസ്റ്റന്റ് നിയമനത്തിൽ UDF അംഗങ്ങളുടെ പ്രതിഷേധം. കുന്നംകുളം ചാലിശ്ശേരിയിൽ പിതാവിനൊപ്പം യാത്ര ചെയ്യുന്നതിനിടെ പെട്ടി ഓട്ടോയിൽ നിന്ന് തെറിച്ചു വീണ് 6 വയസ്സുകാരൻ മരിച്ചു. വലപ്പാട് സ്വദേശിയെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.